ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ഡിയോ നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. നിലവിൽ നമുക്ക് അതിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിരുന്നു. വണ്ടി നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് കാർബറേറ്ററുമായി ബന്ധപ്പെട്ട കംപ്ലയിൻ്റ് ആണ് കാണിച്ചുകൊണ്ടിരുന്നായിരുന്നു. പിന്നെ അതേപോലെ തന്നെ പെട്രോളിൻ്റെ ലെവലും കുറവായിരുന്നു. അപ്പോൾ പെട്രോൾ നമുക്കൊരു 100 പെട്രോൾ അടിച്ചിട്ടുണ്ട്. പിന്നെ അത് കൂടാണ്ട് കാർബറേറ്റർ അസംബ്ലി നമ്മൾ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഫ്യൂവലിൻ്റെ ലൈൻ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, അതായത് പൈപ്പ്. ആ പൈപ്പ് മാറ്റി റീസെറ്റ് ആക്കിയിട്ടുണ്ട്. പിന്നെ എയർ ഫിൽറ്റർ പ്ലഗൊക്കെ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. എയർ ഫിൽറ്ററും പ്ലഗും വലിയ പ്രോബ്ലം ഇല്ല, ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുള്ളൂ. കാർബറേറ്റർ ഫുള്ളായിട്ട് അഴിച്ച് ക്ലീൻ ചെയ്തു, കാരണം കാർബറേറ്ററിനകത്ത് ഫുൾ അഴുക്ക് കയറിയിട്ട് അടഞ്ഞ് ആ ഒരു അവസ്ഥയിലായിരുന്നു. പിന്നെ ശ്രദ്ധിക്കേണ്ട കേസൊന്നുമില്ല, ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. നമ്മുടെ ഈ കാർബറേറ്റർ ഇപ്പോഴത്തെ പെട്രോളിൻ്റെ ഉപയോഗം മൂലം കാർബറേറ്റർ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട്. അത് രണ്ട് രീതിയിലാണ് കംപ്ലൈൻറ്റ് കാണിക്കും. ഒന്ന് സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് മിസ്സിംഗ് ആയിട്ട് കാണിക്കും. പിന്നെ പെട്രോൾ താഴേക്ക് ചാടി പോകണ ഓവർഫ്ലോ കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. മിസ്സിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് നല്ല രീതിയിൽ വണ്ടിക്ക് ഉണ്ടായിരുന്നു, അത് റെഡി ആയിട്ടുണ്ട്. പക്ഷേ ഓവർഫ്ലോൻ്റെ കംപ്ലൈൻറ്റ് നിലവിൽ ഇപ്പം ഇല്ല. പക്ഷേ അത് എപ്പോൾ വേണമെങ്കിലും വരാം. ചിലപ്പോൾ ഇന്ന് വരാം, ചിലപ്പോൾ നാളെ വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് വരാം. എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരും. പെട്ടെന്ന് വന്നോന്നില്ല, നമ്മൾ പഴിച്ച് ക്ലീൻ ചെയ്ത് ഇട്ടേക്കണതുകൊണ്ട് ചിലപ്പോൾ പെട്ടെന്ന് വന്നുകൂടായികയില്ല. കാരണം ഒരു ഉറപ്പും പറയാൻ പറ്റാത്തൊരു കണ്ടീഷനാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഈ പെട്രോൾ ഉപയോഗിക്കുന്നത് മൂലം നമുക്ക് വണ്ടികൾ ഒരു ഗ്യാരണ്ടി പറഞ്ഞ് വിടാൻ പറ്റാത്തൊരു കണ്ടീഷനാണ്. അപ്പോൾ അതുകൊണ്ടാണ് വണ്ടി കയറ്റി ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്, മിസ്സിങ് കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ തന്നെ കസ്റ്റമറോട് നമ്മൾ ചോദിക്കണേ ഇത്രേ ഉള്ളൂ, നിലവിൽ കാർബറേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കട്ടെ എന്ന് നമ്മൾ ചോദിക്കുള്ളൂ. കാരണം ഞാൻ പുതിയ കാർബറേറ്റർ വെച്ചാൽ കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല എന്നുള്ളത് ആ സമയത്ത് കംപ്ലയിൻറ്റ് ഉണ്ടാവില്ല ഉറപ്പ്. നേരെ മറിച്ച് നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് 500 550 നമുക്ക് അതിന് ചിലവുണ്ട് കേസ്. അത് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്തിട്ട് ഓവർഫ്ലോ വന്നു കഴിഞ്ഞാൽ എന്ത് പറ്റും, നമുക്ക് ഈ 500 ചില്ലാൻ രൂപ നമ്മുടെ നിന്ന് പോവുകയും ചെയ്യും, കാർബറേറ്റർ പുതിയത് വെക്കേണ്ടി വരും. അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ അത്രയ്ക്ക് റിസ്ക് ഉണ്ട് ഇപ്പോഴത്തെ ഒരു സ്റ്റേജിൽ കാർബറേറ്ററിൻ്റെ തൊട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്ന സമയത്ത്. ഇപ്പം നിലവിൽ വണ്ടിക്ക് കംപ്ലയിൻ്റ് ഇല്ല, പക്ഷേ എപ്പോൾ വേണമെങ്കിലും കംപ്ലയിൻറ്റ് വരാം കേട്ടോ, അത് അറിഞ്ഞിരിക്കുക. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് ആ മിസ്സിങ് കംപ്ലയിൻറ്റ്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് കാണിച്ചായിരുന്നത്. അപ്പോൾ ആ പെട്രോൾ ലൈൻ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കേസ് എന്ന് ടാങ്കിൽ നിന്ന് പെട്രോളിലേക്ക് കണക്ട് ചെയ്ത് വരുന്ന ആ പെട്രോൾ ഡയറക്റ്റ് ടച്ച് ആവുന്ന എല്ലാ ഭാഗവും തന്നെ കംപ്ലയിൻറ്റിലേക്ക് പോകും. അതായത് ഫ്യൂവലിൻ്റെ ടാപ്പ്, ഇതിന് ടാപ്പ് നിലവിൽ കംപ്ലയിൻ്റ് ഇല്ല, ഫ്യൂവലിൻ്റെ പൈപ്പ് കംപ്ലയിൻറ്റ് വരും. അത് പൈപ്പ് ഇങ്ങനെ റബ്ബറൊക്കെ ട്യൂബ് ഇങ്ങനെ വികസിച്ച് പോകും. കാർബറേറ്റർ ഓവർഫ്ലോ വരും, ജെറ്റ് ബ്ലോക്ക്, അങ്ങനത്തെ പല പ്രോബ്ലംസാണ് കാർബറേറ്ററിലേക്ക് വരാം. അത്രയാണ് ഡയറക്റ്റ് കോൺടാക്റ്റിൽ തന്നെ. പിന്നെ ഹെഡിനകത്തേക്ക് പോകുമ്പോൾ ഹെഡിൻ്റെ സീറ്റിങ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ കംപ്ലയിൻറ്റ് കാണിക്കാറുണ്ട്, മിസ്സിങ് കാണിക്കാറുണ്ട്. അതങ്ങനെ വേറെ അതിൻ്റെ എന്താ സൈഡ് എഫക്റ്റായിട്ട് വേറെയും പല കാര്യങ്ങളും കൂടി വരുന്നുണ്ട്. ഇപ്പോഴത്തെ പെട്രോളാണ് മെയിൻ റീസൺ കേട്ടോ, അറിഞ്ഞിരിക്കുക. മെക്കാനിക് എന്ന നിലയിൽ നമ്മൾ ഇത് ഡെയിലി ഇപ്പോൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പറഞ്ഞു, അവർ നമ്മളിപ്പോൾ പൈസ മുടക്കി ചെയ്ത് വീണ്ടും റിപ്പീറ്റ് കംപ്ലയിൻറ്റ് വന്നു. നമ്മൾ ആ പരാതി കേട്ട് മടുത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ഓരോ കേസ് കൃത്യമായിട്ട് എടുത്ത് പറയുന്നതിൻ്റെ കേസ്. നമ്മുടെ ഈ വണ്ടിയുടെ മാത്രമല്ല കേട്ടോ, ഓൾ ഇന്ത്യ ബേസിൽ എല്ലാ വണ്ടിയുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം, അതൊന്ന് വായിച്ച് നോക്കാം. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ് റെഡി ആയിട്ടുണ്ട്, മിസ്സിങ്ങിൻ്റെ കേസ് റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറഞ്ഞാൽ വേറൊരു പ്രോബ്ലം സെൽഫിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ഈ വണ്ടിക്ക് നമുക്ക് അതിൻ്റെ എഞ്ചിൻ്റെ ക്രാങ്കിൻ്റെ അലൈൻമെൻറ്റ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് സെൽഫ് ബെൻഡെക്സിന് ചെറിയൊരു കംപ്ലയിൻ്റ് ഉണ്ട്. വണ്ടി സൈഡിലേക്ക് ചെരിച്ചിട്ട് സെറ്റ് അടിച്ചാൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടുള്ളൂ. ചില സമയങ്ങളിൽ ചെരിച്ച് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടായി കിട്ടും, കാരണം ആ ബെൻഡെക്സിന് ഇറങ്ങി വരുന്ന സമയത്ത് ക്രാങ്ക് അലൈൻമെൻറ്റ് വേരിയേഷൻ ഉള്ളതുകൊണ്ട് പിന്നെ നമ്മൾ അതുമായിട്ട് കാര്യമായിട്ടൊന്നും ചെയ്യാൻ നിൽക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ഞാൻ നിലവിൽ ബെൻഡെക്സിൻ്റെ ഭാഗമായി സെൽഫുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് വർക്കൊന്നും ചെയ്തിട്ടില്ല. മിസ്സിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് വിത്ത് സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റാണ് റെഡി ആക്കിയേക്കണേ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇട്ട് തരാം. വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഒരു 5 മണി കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെങ്കിലും വണ്ടി എടുക്കാവുന്ന രീതിയിലേക്ക് സെറ്റ് ആക്കിയേക്കാം കേട്ടോ. ഓവർഫ്ലോൻ്റെ കംപ്ലയിൻറ്റ് വന്നാൽ കാർബറേറ്റർ മാറ്റി കളയണം കേട്ടോ. ഓക്കെ.